I am Ennemcien. നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഒരു പോസ്റ്റിംഗ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പോസ്റ്റിംഗ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയോട് ബന്ധപ്പെട്ടത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദി സിഗ്നിഫിക്കൻസ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. എന്തിനാ ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയൊക്കെ പഠിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ മെഷീനറിക്കകത്തൊക്കെ റൊട്ടേറ്റിംഗ് പാർട്സ് ഉണ്ടെങ്കിൽ അത് സ്മൂത്ത് റൊട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കണം അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ലീസ്റ്റ് എനർജി. കുറച്ച് എനർജി മാത്രം ചിലവാക്കി കൺസ്യൂം ചെയ്തിട്ട് റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവ് ഒരു സിസ്റ്റത്തിന് വേണം. എങ്കിലേ കുറച്ച് എനർജി കൊണ്ട് സ്മൂത്ത് റൊട്ടേഷൻ അതിലെ നമ്മുടെ ആവശ്യം. നമുക്ക് ഒരു മെഷീനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ്. ഇപ്പോൾ ഫാനൊക്കെ ആണെങ്കിൽ എത്രയും കുറച്ച് കറണ്ട് ചിലവാക്കിയിട്ട് സ്മൂത്തായിട്ട് കറങ്ങണം. അങ്ങനെ കറങ്ങണമെങ്കിൽ സഫീഷ്യൻറ്റ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വേണം. ഇപ്പം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ പറ്റിയുള്ള അറിവുണ്ടെങ്കിൽ അതൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റൂ. സോ എ പ്രോപ്പർ നോളജ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് എസെൻഷ്യൽ ഫോർ 2 reasons. 1. Sufficient moment of inertia ensures smooth rotation at the expense of least energy. രണ്ടാമത്തെ പോയിൻ്റ്, എനർജി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് അനുസരിച്ചാണ്. കാരണം റൊട്ടേഷൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ I കൂടും തോറും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും കൂടും. അതിനനുസരിച്ച് I കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ എനർജി അത് സ്റ്റോർ ചെയ്യുക, കറങ്ങിക്കൊണ്ടേയിരിക്കും വിത്ത് ദാറ്റ് കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അപ്പോൾ സെക്കൻഡ് പോയിന്റ്, അപ്പോൾ ആവശ്യത്തിന് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്, എന്നാൽ ഒരു എനർജി സ്റ്റോറായിട്ട് ഇതിനെ ഉപയോഗിക്കാം. അപ്പോൾ സെക്കൻഡ് പോയിന്റ് ഈസ് എ സിസ്റ്റം വിത്ത് സഫിഷ്യൻറ്റ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ എനർജി ഇൻ ദി ഫോം ഓഫ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ഈ രണ്ട് കാരണം കൊണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ പറ്റി നല്ല അറിവ് ഒരു എഞ്ചിനീയർക്ക് ആവശ്യമാണ്. അത് വെച്ചുകൊണ്ടാണ് എല്ലാം ഡിസൈൻ ചെയ്യേണ്ടത്, ഈ റൊട്ടേറ്റിംഗ് പാർട്സ് ഉള്ള മെഷീൻസൊക്കെ. അനദർ വൺ, ഗിവ് ദി റിലേഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഇൻ മെക്കാനിക്സ് containing moment of inertia. Compare them with those in pure translation. പ്യുവർ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനചലനം സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ചലിക്കുക എന്നുള്ളതാണ്. സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോവുക. ഇവിടെ ഇതൊക്കെ നേരത്തെ കണ്ടിട്ട് ഞാൻ എല്ലാം ക്ലാസ് പോസ്റ്റിങ് നടത്തിയിട്ടുള്ള ആംഗുലാർ മൊമെൻറ്റം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവിന് മറ്റു വസ്തുക്കളെ കറക്കാനുള്ള കഴിവുണ്ട്. കറങ്ങുന്ന ഡിസ്കിൽ മറ്റൊരു വസ്തു കൊണ്ട് മുട്ടിച്ചാൽ അതും കറങ്ങും. അപ്പോൾ കറക്കാനുള്ള കഴിവാണ് ആംഗുലാർ മൊമെൻറ്റം. സ്ട്രെയിറ്റ് ലൈനിൽ ഇടിച്ചു തെറിപ്പിക്കാനുള്ള കഴിവാണ് ലീനിയർ മൊമെൻറ്റം. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഫോർമുല I⍵. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതേസമയം ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ മോമെൻറ്റ P×R എന്ന് പറയും. ഇതിന് പകരം സ്ട്രെയിറ്റ് ലൈനിൽ പ്യുവർ ട്രാൻസ്ലേഷനിൽ ഉള്ള ഒരു വസ്തുവിൻ്റെ മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം, ദാറ്റ് ഈസ് M×V. ഇവിടെ L ഈസ് I⍵, ഇവിടെ P = mv. ഇത് റൊട്ടേഷൻ്റെ കേസ്, ഇത് ട്രാൻസ്ലേഷൻ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ്റെ കേസ്. ഇവിടെ മാസിൻ്റെ സ്ഥാനത്ത് ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ലീനിയർ വെലോസിറ്റിയുടെ സ്ഥാനത്ത് ഇവിടെ ആംഗുലാർ വെലോസിറ്റി വന്നിട്ടുണ്ട്. അടുത്ത കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേറ്റിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി I⍵². ട്രാൻസ്ലേഷൻ നടത്തുന്ന ഒരു വസ്തുവിൻ്റെ കൈനറ്റിക് എനർജി ½ mv². ഇവിടെ കമ്പയർ ചെയ്താലും കാണാമല്ലോ, ഇവിടുത്തെ എമ്മിൻ്റെ സ്ഥാനത്ത് ഇവിടെ I വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ പ്രിൻസിപ്പിൾസ് അല്ലെ ലോസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ്. ടോർക്ക് ടോ ഈക്വൽസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ്. അതായത് ഡെൽറ്റ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റം ബൈ ടൈം, ΔL/ΔT, ഓർ ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ ആംഗുലാർ മൊമെൻറ്റം ബൈ ടൈം, LF - LI/ΔT.
അതുപോലെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമുണ്ട്, ടോർക്ക് ടോ ഈക്വൽസ് ഐ ആൽഫ. ഇതെല്ലാം പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ആൽഫ എന്ന് പറഞ്ഞാൽ ആങ്കുലാർ ആക്സിലറേഷൻ. ഇതിന് പകരം ട്രാൻസ്ലേഷനിൽ ഫോഴ്സാണ് ടോർക്കിൻ്റെ റോൾ എടുക്കുക. വസ്തുക്കളെ കറക്കാനുള്ള ഫോഴ്സിൻ്റെ കഴിവാണ് ടോർക്ക്. അതേ കറക്കുന്ന ഏജൻറ്റ്, സ്ട്രെയിറ്റ് ലൈനിൽ ചലിപ്പിക്കുന്ന ഏജൻ്റാണ് ഫോഴ്സ്. ഫോഴ്സ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം, that is F equals delta P by delta T, or final linear moment F PF minus Pi by delta T, change in momentum by time. അത് തന്നെ അതിൽ നിന്ന് കിട്ടുന്നതാണ് F equals ma. കണ്ടോ, ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഐ, ആക്സിലറേഷൻ സ്ഥാനത്ത് ഇവിടെ ആംഗുലർ ആക്സിലറേഷൻ. അടുത്തത് കൺസർവേഷൻ പ്രിൻസിപ്പിൾ അല്ലെ കൺസർവേഷൻ ലോ. ഇൻ ദി ആബ്സെൻസ് ഓഫ് എ ടോർക്ക്, angular momentum of a body remains a constant. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അത് ടോർക്ക് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഐ ഒമേഗ ഈസ് എ കോൺസ്റ്റൻറ്റ്, ഓർ I1 omega 1 equals I2 omega 2. ഇനിഷ്യൽ ആംഗുലാർ മൊമെൻറ്റം ഈക്വൽസ് ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം. ഇതിന് പകരം ട്രാൻസ്ലേഷനിൽ പറയുന്ന എന്താ, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്, ലീനിയർ മൊമെൻറ്റം എം വി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ്, in the absence of an external resultant force or unbalanced force, mv is a constant. That means m1 v1 equals m2 v2. ഇത് കോളിഷനകത്ത് കാണുന്ന m1 v1 q1 u1 ഒന്നും അല്ലത്. Total momentum is a constant, that's all. But total initial momentum equals final momentum. m1 v1 equals m2 v2. ഇതാണ് അതിൻ്റെ ആൻസർ. Role of moment, അടുത്ത ക്വസ്റ്റ്യൻ. Role of moment of inertia in rotation is same as the role of mass in translation. Explain. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ഫോർമുല എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ആംഗുലാർ മൊമെൻറ്റം L ഈക്വൽസ് ഐ ഒമേഗ. ലീനിയർ മൊമെൻറ്റം അല്ലെ ട്രാൻസ്ലേഷൻ മൊമെൻറ്റം ഓഫ് എ ട്രാൻസ്ലേറ്റിംഗ് ബോഡി ഈസ് P equals m into v. So I comes in the place of mass in translation motion. അതുപോലെ കൈനറ്റിക് എനർജി എഴുതാം. കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഈസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഇൻ ട്രാൻസ്ലേഷൻ ഈസ് ഹാഫ് എം വി സ്ക്വയർ. ഐ ആൻഡ് എം കം ഇൻ ദി സെയിം റോൾ. അപ്പോൾ അത് രണ്ടെണ്ണം എഴുതി കൊടുത്താൽ മതി. അല്ലെ എഫ് ഈക്വൽസ് എം എ, അതിൻ്റെ കൂടെ അതിന് പകരം ടോർക്ക് ടോയ്ക്കൽസ് ഐ ആൽഫ. ഇവിടെ എം വന്നിട്ടുണ്ട്, അവിടെ ഐ വന്നിട്ടുണ്ട്. ദറ്റ്സ് ഓൾ. ഈ ഫോർമുല എഴുതി കൊടുത്തിട്ട് പോയിന്റ് പറഞ്ഞാൽ മതി. വെറെവർ എം കംസ് ഇൻ ട്രാൻസ്ലേഷൻ, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കംസ് ഇൻ റൊട്ടേഷൻ. അടുത്തത് റേഡിയസ് ഓഫ് ജൈറേഷൻ. നമുക്ക് സാധാരണ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണുന്നത് ടെക്നിക്കലായിട്ട് പ്രിൻസിപ്പിളി പറഞ്ഞാൽ ഒരു ബോഡി ഉണ്ടായിട്ടുള്ളത് ഒത്തിരിയേറെ പാർട്ടിക്കിൾസ് ചേർന്നിട്ടാണ്. അപ്പോൾ ആ ബോഡിയുടെ മൊത്തം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടിട്ട് സം ചെയ്ത് എടുത്താൽ മതി. സിഗ്മ എം ആർ സ്ക്വയർ എന്ന് പറയും. ഇതൊരു മെനക്കെട്ട ഇടപാടല്ലേ. അപ്പോൾ അതിന് പകരം ഏതോ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ഫ്രം ദി ആക്സിസ് ഓഫ് ജൈറേഷൻ ടു സം പോയിൻ്റ് ഓൺ ദി ബോഡി, ഇൻ ദി ബോഡി. ആ ബോഡിയിലെ ഏതോ ഒരു പോയിന്റിലേക്ക് ആക്സിസ് ചെയ്യുന്ന ഒരു ദൂരം ഉണ്ട്. ആ ദൂരത്തിൻ്റെ സ്ക്വയർ കൊണ്ട് ഈ ബോഡിയുടെ മൊത്തം മാസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ കിട്ടിയ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കിട്ടിയെടുക്കും. അപ്പോൾ ഒരു വസ്തുവിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അതിലെ എല്ലാ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടിട്ട് സം ചെയ്തെടുക്കുന്നതാണ്. അതിന് പകരം അതിൻ്റെ ടോട്ടൽ മാസിനെ ഏതു ദൂരത്തിൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കിട്ടുമോ എങ്കിൽ ആ ദൂരത്തിനാണ് വസ്തുവിൻ്റെ റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന് പറയുക. സോ റേഡിയസ് ഓഫ് ജൈറേഷൻ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ്
is the distance from the axis to a point in the body such that square of that distance when multiplied with the total mass of the body gives the moment of inertia of the body about that axis. ഈ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പറയുമ്പോഴെല്ലാം ആക്സിസ് നിങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു മെനക്കേടാം ചെയ്യാൻ. ആക്സിസ് ഉണ്ടല്ലേ കറക്കം നടക്കുള്ളൂ. അപ്പോൾ ഇനിയൊരു ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, moment of inertia of a thin rod about an axis passing through its center of mass and perpendicular to its length is ml square by 12. Find the radius of gyration of the rod about a parallel axis passing through one end of the rod. ഇതാണ് ചോദ്യം. ഇതാണ് ഒരു തിൻ റോഡ് എ ബി, അതിൻ്റെ സെൻട്രിൽ കൂടെ കടന്നു പോകുന്നതും അതിന് പെർപെൻഡിക്കുലറായിട്ടുള്ളതായ ഒരു ആക്സിസ് എക്സ് വൈ അതിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ സി തന്നിട്ടുണ്ട് ml square by 12. നമുക്കിവിടെ കാണേണ്ട ഈ റോഡിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് ആൻ ആക്സിസ് പാസിങ് ത്രൂ വൺ എൻഡ് ഓഫ് ദി റോഡ്. അപ്പോൾ അത് y1 എന്നിരിക്കട്ടെ. അപ്പോൾ ഈ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം ആദ്യം. ഈ ഡിസ്റ്റൻസ് എത്ര, l/2 ടോട്ടൽ ലെങ്ത് അല്ല റോഡിൻ്റെ. അപ്പോൾ ഈ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ സെൻട്രിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസിനെ ബേസ് ആയതുകൊണ്ട് ഐ സി എന്നിരിക്കട്ടെ. ഐ സി ഈക്വൽസ് ml square by 12. എങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി റോഡ് അബൌട്ട് എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ വൺ എൻഡ് ഐ ഈക്വൽസ് ഐ സി പ്ലസ് എം ഡി സ്ക്വയർ, പാരലൽ ആക്സിസ് തിയറം. ഐ സി എന്ന് പറഞ്ഞാൽ ml square by 12 ഇൻറ്റു എം ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ l/2 ദി ഹോൾ സ്ക്വയർ. That is ml square by 12 plus ml square by 4. That is 12 upstairs ml square plus 3 ml square, or answer is ml square by 3 എന്ന് വരും. എങ്കിൽ this is equal to mk square. k ആ റേഡിയസ് ഓഫ് ഗൈറേഷൻ എങ്കിൽ i ഈക്വൽ സിഗ്മ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായിരിക്കണം mk സ്ക്വയർ. സോ k ഈക്വൽസ് k സ്ക്വയർ ഈസ് i by m or k is square root of I by m. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാസ് ടോട്ടൽ മാസും അറിയാമെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ k is root of I by m. That is root of I is ml square by 3. ഈ ആക്സിസിനെ ബേസ് ചെയ്താകണ്ടേ റേഡിയസ് ബൈ എം, എമ്മും വെട്ടിപ്പോവും. റൂട്ട് ഓഫ് എൽ സ്ക്വയർ ബൈ 3 അതാണ് l/√3. അതാണ് ഈ റോഡിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് ദിസ് ആക്സിസ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് അറ്റവും മൂലം കണ്ടിട്ട് കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റിംഗ് കാണാൻ ശ്രമിക്കുക. ഏർലിയർ പോസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക, പ്രയോജനം ഉണ്ടാവണമെങ്കിൽ. കാരണം ഇത് കഴിഞ്ഞ് ഇനിയും +2 ഒക്കെ കയറേണ്ടതല്ലേ. അപ്പോൾ അതിനുള്ള പോസ്റ്റിങ്ങൊക്കെ ഉണ്ടല്ലോ. താങ്ക് യു.